ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ബാക്കി നിങ്ങൾ വിചാരിച്ചോ കേട്ടോ മനസ്സിൽ. ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് ഒരു അൺഎക്സ്പെക്റ്റഡ് പ്ലാനിങ് ആയിപ്പോയി. മംഗളൂർ പ്ലാൻ ചെയ്തതാണ്, പക്ഷേ അവിടെ ഫുള്ളായിപ്പോയി. കാരണം 3 ദിവസം വീക്കെൻഡ് കിട്ടിയതുകൊണ്ട് എല്ലാവരും അതിലോട്ട് എല്ലാം ബുക്കായിപ്പോയി. പിന്നെ അവസാനം നമുക്കൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബാക്കി അവിടെ വെച്ച് കാണാം. ഇപ്പോൾ ഓൾറെഡി ലേറ്റായി. ഇപ്പം സമയം 4 മണി കഴിഞ്ഞു. കോക്കനട്ട്. മഴ പെയ്യും, പിന്നെ നിൽക്കും, പിന്നെയും പെയ്യും, പിന്നെ നിൽക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. മേളി ഒരു കുന്നുണ്ട്. ആ കുന്നിൽ നിന്ന് വരുന്ന അരുവിയിൽ നിന്നുള്ള വെള്ളമാണിത്. അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. ഇവിടുന്ന് കറങ്ങി അപ്പുറത്ത് വഴി അങ്ങ് പോകുന്നതാണ്. അങ്ങനെ രാവിലെ തന്നെ നല്ല മഴയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 11 മണി കഴിഞ്ഞു. മഴയത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. നമ്മളൊരു ട്രെക്കിങ്ങിൻ്റെ സ്ഥലമാണ് പോകുന്നത്. എത്തിന ഭുജ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. അവിടെയും മഴയായിരിക്കും. എന്തായാലും നമ്മൾ പോയി നോക്കുക. നല്ല മഴയാണ്. എന്തായാലും പെട്ടെന്ന് വന്ന ന്യൂനമർദ്ദമാണ് പണിയാക്കിയത്.
അടിപൊളി വ്യൂ. ഇത് 11:15 ടൈമാണിത്. ഫുള്ള് കോട. അടിപൊളി വ്യൂ ആണ്. എന്തായാലും ഇവിടെ വന്ന നല്ല എൻജോയ്മെന്റ് ഉണ്ട്. ഒന്നും കാണാൻ പറ്റത്തില്ല, അതേപോലെയാണ് ഇത്. ഭയങ്കര മഞ്ഞാണ്. ആൾക്കാരൊക്കെ നിൽക്കുന്ന കാണാൻ പോലും പറ്റുന്നില്ല. ಇಲ್ಲಿ ಟೆಂಪಲ್ ಇಲ್ಲಿ ಇಲ್ಲಿ ಓ ಅದೇ ಕಾಣಿಸ್ತಾ ಇಲ್ಲ ಇಲ್ಲಿ ಪಾರ್ಕ್ ಮುಂದೆ ಜಾಗ ಇದೆ. കയറുന്നതിന് 50 രൂപയാണ് ടിക്കറ്റ്. നല്ല മഞ്ഞാണ് ഇവിടെ, ഫുള്ള് മഞ്ഞ. അവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ നടക്കണം. ഇതിനകത്തൂടെ പോകണം. ഇങ്ങനെ നടക്കുവാണ്. ഇപ്പൊ കറക്റ്റ് 11:53 ടൈം. ഇത് കണ്ടാ പറയൂ, ഇത് ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ട് ഇങ്ങനെ നടക്കണം. അവിടെ ചെല്ലുമ്പോൾ നല്ല അടിപൊളി ഒരു വ്യൂ ഉണ്ട്. പക്ഷേ ഭയങ്കര കോടമഞ്ഞാണ്. 12 മണി ആയിട്ടുണ്ട്. വളരെ ദുർഘടമായ റോഡാണ്. മഴയുണ്ട്. നല്ല രസമുണ്ട്. ഡ്രോൺ ഷോട്ടൊക്കെ എടുക്കണമെന്നായിരുന്നു. നല്ലൊരു വ്യൂ പോയിന്റ് ആണിത്. ഇനി അതെന്തായാലും നടക്കത്തില്ലത്. അയ്യോ, ഇത് 18ാം പടി കയറുവാന്നല്ലോ. കല്ലുണ്ട് കേട്ടോ, കല്ലൊക്കെ ഉണ്ട്. ഇനി ഇതേപോലെ കയറണം. കുറേ ഉണ്ട്. കൊച്ചിനെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് കയറിയില്ല. ഞാൻ മാത്രം പെട്ടെന്ന് കയറിയിട്ട് വരാമെന്ന് വെച്ച്. പക്ഷെ ഒന്നും കാണാൻ പറ്റുന്ന പറഞ്ഞു. ഇനി കുറച്ചുകൂടി ദൂരമുണ്ട്. പക്ഷേ അവിടെ ചെന്നാലും ഇത് തന്നെ അവസ്ഥ. ഒന്നും കാണാൻ പറ്റില്ല. ഇതേപോലെയാണ്. അടുത്ത് കിടക്കുന്ന പോലും ആരെയും കാണാൻ പറ്റില്ല. അവിടെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, പക്ഷെ അത് കാണാൻ പറ്റില്ല ഇപ്പോൾ. ഇവിടെ എങ്ങനെയാ നേരത്തെ ഒന്നും അറിയത്തില്ല. എന്തായാലും ഭയങ്കര മഞ്ഞായിട്ട് ഒന്നും കാണുന്നില്ല. എന്തായാലും ഇവിടെ കൊണ്ട് നിർത്തുവാണ്. കാരണം ഇനി അങ്ങോട്ട് പോയല്ലോന്നുണ്ട് ഇതേ അവസ്ഥ തന്നെയാണ്. ഫുള്ള് ഫോഗ, ഒന്നും കാണാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് താഴെ വൈഫും കൊച്ചും തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ കൊണ്ട് നിർത്തുക. എന്തായാലും ഇവിടെ അധികം നേരം നിൽക്കാനും പറ്റത്തില്ല. നല്ല അട്ടയുള്ള സ്ഥലമാണ്. നീ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അറിയാം. വീട്ടിലല്ല, വണ്ടി ചെന്ന് നോക്കുമ്പോൾ അറിയാം എത്ര അട്ട കടിച്ചെന്നുള്ളത്. കൊച്ചിനെ കൊണ്ട് വരാൻ പാടാണ് ഇവിടെ. കുഴപ്പമൊന്നുമില്ല, അട്ടയൊന്നും കടിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു രൂപയുടെ അല്ലെങ്കിൽ ഒരു ഷാമ്പു ഒരു കാലിൽ നമുക്ക് തേച്ചാൽ മതി. കാലിൽ തേച്ചിട്ട് സോക്സും ഇട്ടിട്ട് സോക്സിൻ്റെ മുകളിലും ഇട്ടാൽ മതി. അത് കാരണമായിരിക്കണം നമുക്ക് കടിച്ചില്ല. ഇത് അല്ലെങ്കിൽ നാരങ്ങ. വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ച് സെൽഫി എല്ലാ ആൾക്കാരും എടുക്കുന്നുണ്ട്. ഇതല്ല ഷൂ അഴിച്ചു കഴിഞ്ഞിട്ട് ഒരു അട്ട എവിടുന്നോ കയറിയിട്ടുണ്ട്. ഇതാണ് അട്ട. ഇതാണ് ശ്രീമനെ ഹോം സ്റ്റേ. 1.5 മണിക്കൂറുണ്ട് നമുക്ക് ട്രെക്ക് ചെയ്ത് കയറാം. പക്ഷേ മഴയും പിന്നെ കൊച്ചുമൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി സ്ലോ ആയിട്ട് പോയത്. ഇപ്പം ഏകദേശം 3 മണി ആയിട്ടുണ്ട് സമയം. അങ്ങനെ ഇപ്പം ജസ്റ്റ് വീട്ടിൽ വന്നു. ഇനിയിപ്പം എത്ര മണിയായി? 3 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ അതൊക്കെ ലഞ്ച് കഴിക്കാൻ പോകണം. അത് കഴിഞ്ഞ് ഇവിടെ വേറൊരു സ്ഥലം കൂടെ ഉണ്ട്. പക്ഷേ എല്ലായിടത്തും ഇപ്പം ഇത് തന്നെ സ്ഥിതി. മഴ ഭയങ്കരമാണ്. എന്നാലും ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഇനി അടുത്ത ലഞ്ച് കഴിക്കാൻ പോട്ടെ. ബിരിയാണി, തോരൻ, വെള്ളച്ചോറ്, അച്ചാറ്, പായസം, സലാഡ്, റാഡിഷ്,
പിന്നെ ചിക്കൻ. ലഞ്ചാണിത്. Monday, I